Porsche is a Porsche. So today we have a 2008 model Porsche Cayman. ഇത് നമുക്ക് ഫുൾ കംപ്ലീറ്റ് വർക്കിനുള്ളതാണ്. ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ നമുക്ക് പെയിൻറ്റ് മാറ്റാനുണ്ട്, കാരണം ഒരുപാട് ഡെൻറ്റ് ഉണ്ട്, സ്ക്രാച്ച് ഉണ്ട്. വണ്ടി പിന്നെ നമുക്ക് പുതിയ ലുക്ക് കാക്കണം. പിന്നെ അതിന് ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ ഫുൾ ഔട്ട്ഡേറ്റഡ് ആണ്. അതിൻ്റെ ലെതർ, അതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ്, അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് ആണെങ്കിലും ഒക്കെ ഒരുപാട് ബാക്കിലാണ്. നമുക്കത് കുറച്ച് അപ്ഡേറ്റ് ചെയ്ത് ഒരു പുതിയ സെറ്റപ്പ് ആക്കണം. കുറച്ച് അധികം വർക്കുകളുണ്ട്. പ്ലസ് നമുക്ക് ഇതിൻ്റെ കുറച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് വർക്കുകൾ ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി ഒരു 30 ദിവസത്തോളം നമ്മുടെ ഗാരേജിലുണ്ടാവും. അപ്ഡേറ്റ് നമ്മൾ ഇതിൽ അറിയിക്കുന്നതാണ്. അപ്പോൾ കാണാം. നമ്മുടെ പോർഷയിൽ ഒരു 70% വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. സോ വണ്ടി ഫുൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വീല് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഇൻറ്റീരിയറിൽ പാക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്, കൂളിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കുറച്ചുകൂടി വർക്കുകളുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കാണുമ്പോൾ. സോ ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറിലൊക്കെ നമ്മൾ ഒരുപാട് കസ്റ്റം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ അഡീഷണൽ കിറ്റൊന്നും ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഉള്ളതിൽ ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അഡീഷണൽ ഫോഗ് ലാമ്പൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കിറ്റ് ആഡ് ചെയ്യാൻ പോണത്. അങ്ങനെ നമ്മുടെ പോർഷെ കൈമാൻ ഫുൾ പെയിൻറ്റ് ചെയ്ത് കുട്ടപ്പനാക്കിയുണ്ട്. ഈസ് റെഡി ടു റോൾ. സോ ഹിയർ ഇറ്റ് ഈസ് ഗൈസ്. നമ്മുടെ പോർഷെ ഫുള്ള് ആറ്റിറ്റ്യൂഡ് ബ്ലാക്കിൽ പെയിൻറ്റ് ചെയ്തിട്ട് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ സെറ്റ് ടു റൈഡ്. നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് എല്ലാം റീസ്റ്റോർ ചെയ്ത് ഒരു സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. പ്ലസ് നമ്മളിതിൽ ഫ്രണ്ടിൽ ഫോഗ് ലാമ്പ് ആഡ് ചെയ്തു. ഫോഗ് ലാമ്പൊന്നും ഇല്ലായിരുന്നില്ല, അത് ആഡ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അതിൻ്റെ അലോയ് വീൽ തന്നെയാണ്. ഒരു സാറ്റിൻ റെഡ് ഫിനിഷിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു മാറ്റ് ഫിനിഷിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കാലിപ്പേഴ്സ് ഫുൾ ബ്ലാക്ക് ചെയ്തിട്ട് അതിൽ പോർഷെ മാത്രം റെഡിൽ സ്റ്റിക്കർ ചെയ്ത് കാണും. അതൊരു ഹീറ്റൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ സ്റ്റിക്കറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്സ്റ്റീരിയറിൽ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. എന്തായാലും വണ്ടി പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു കുട്ടപ്പനായിട്ടുണ്ട്. ഭയങ്കര റോഡ് പ്രസൻസ് ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ് കവർ നമ്മൾ ഫുള്ള് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അൽക്കൻഡാറ ഫിനിഷോട് കൂടിയിട്ടുള്ള പിന്നെ ലെതറും ആണ് നമ്മളതിൽ ചെയ്തിട്ടുള്ളത്. രണ്ടും ഡുവൽ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. പ്ലസ് അതുപോലെ തന്നെ സെയിം കോമ്പിനേഷനിൽ നമ്മൾ ഇതിൻ്റെ ഡോർ പാഡ്, അതുപോലെ ഡാഷ്ബോർഡ്, ഹെഡ് ലൈനേഴ്സ് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഒരു അൽക്കൻഡാറ ഫിനിഷിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ക പ്രീമിയം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ബാക്കിയുള്ള പ്ലാസ്റ്റിക് പാർട്സൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് റീസ്റ്റോർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ള വർക്ക്. ടുഡേ നമ്മളൊപ്പം ഉള്ളത് ഒരു ബ്രാൻഡ് ന്യൂ താർ റോക്സ് ആണ്. ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം.